കോർഡിനേഷൻ കെമിസ്ട്രി ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ ബാക്കി നമ്മൾ പറഞ്ഞ ചാപ്റ്റർ തീരുന്നതായിരിക്കും. അതിനൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സ്, സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ്, സ്റ്റെപ്പ് വൈസ് ആൻഡ് ഓവറോൾ സ്റ്റെബിലിറ്റി കോൺസ്റ്റന്റ് കണ്ടു കഴിഞ്ഞു. അതിനൊരു വാക്ക്, ഒരു രണ്ട് വാക്ക് സിലബസ് കണക്ക് ലബായ് ആൻഡ് ഇനർട്ട് കോംപ്ലക്സസ്. ഈ രണ്ട് വാക്കും നമ്മുടെ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റിയെ ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ്. വെരി സിമ്പിൾ. Certain complexes undergo reaction like this: Ml6 plus L dash, Ml5 L dash plus L. ഇതുപോലത്തെ റിയാക്ഷൻ സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ എന്താ കാണുന്നത്? ഒരു മെറ്റൽ കുറെ ലിഗാൻഡ്സ്, വേറെ ലിഗാൻഡ് വന്നിട്ട് ഇതിൽ ഒരു ലിഗാൻഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. These such reactions are called ligand substitution reactions. Ligand substitution reactions. ഈ റിയാക്ഷൻസ് ചില കോംപ്ലക്സിന്റെ കേസിൽ വളരെ ഫാസ്റ്റ് ആണ്. ചില റിയാക്ഷൻസ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് റിയാക്ഷൻ തരാൻ. വളരെ സ്ലോ ആണ്, ചിലപ്പോൾ റിയാക്ഷൻ തരുകയില്ല. അപ്പൊ നമുക്ക് ഈ കോംപ്ലക്സുകൾ, സാധാരണ കോംപ്ലക്സുകൾ, ഞാൻ പറഞ്ഞു ചില കോംപ്ലക്സുകൾ ഈ ടൈപ്പ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, ഓർ വി കൻ സേ those complexes in which the ligands, the complex which undergo ligand substitution reactions very easily are called labile complexes, and those which undergo such reactions very slowly or which does not undergo a reaction at all. ചില റിയാക്ഷൻ തരുകയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് റിയാക്ഷൻ തരും, വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പറയും ഇനർട്ട് കോംപ്ലക്സ്. ഫാസ്റ്റ് റിയാക്ട് നമ്മൾ ലബൈൽ എന്ന് പറയും, അത്രയേ ഉള്ളൂ. ഒരു ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ വളരെ ഫാസ്റ്റ് റിയാക്ട് ചെയ്യുന്ന കോംപ്ലക്സിനെ നമ്മൾ എന്ത് പറയും? ലബൈൽ കോംപ്ലക്സ് എന്ന് പറയും. വളരെ സ്ലോ റിയാക്ട് ചെയ്യുന്ന നമ്മൾ ഇനർട്ട് കോംപ്ലക്സ്. ആ രണ്ട് വാക്കുകൾ സൂചിപ്പിക്കാൻ മാത്രം പറയുന്നേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് സ്റ്റേബിൾ അൺസ്റ്റേബിൾ ആയിട്ട് വ്യത്യാസമുണ്ട്. ഈ സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അത് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്കറിയാം. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to 1.2 into 10 raised to 4 എന്ന് പറഞ്ഞാൽ it has got a very high K value and we say this complex is a stable complex എന്ന് പറയും. ഇത് സ്റ്റേബിൾ ആണ് towards substitution reaction. അതേ സമയത്ത് ഈ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. അത് രണ്ടാണ്, മനസ്സിലായില്ലേ? ഇക്വിലിബ്രിയത്തിൽ കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതൽ, ഇതിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതുകൊണ്ടാണ് ഈ വാല്യൂ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് is actually molar concentration of this one into molar concentration of this one divided by molar concentration of the reactants. അത് ഈ വാല്യൂ വളരെ കൂടുതലാണെന്ന്, ഈ ഭാഗത്ത് വളരെ കൂടുതലും ഈ ഭാഗത്ത് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ എന്താണോ? ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴേക്ക് ഇത് മിക്കവാറും കംപ്ലീറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് എ അൺസ്റ്റേബിൾ കോംപ്ലക്സ്. അതേസമയത്ത് ഇതിന്റെ K വാല്യൂ K is equal to 1.6 into 10 raised to -4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്ര ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാലും ഒരു ചെറിയ ഭാഗം മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഈ റിയാക്റ്റന്റ് ആയി തന്നെ നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സ്റ്റേബിൾ കോംപ്ലക്സ്. സ്റ്റെബിലിറ്റി, instability, those are thermodynamic terms connected with the equilibrium constant of such reactions. ഒരു റിയാക്ഷന്റെ equilibrium constant വളരെ കൂടുതലാണെങ്കിൽ ആ റിയാക്ടന്റ് അൺസ്റ്റേബിൾ എന്ന് പറയാം നമുക്ക്. അത് വളരെ കുറവാണെങ്കിൽ റിയാക്ടന്റ് സ്റ്റേബിൾ എന്നും പറയാം. ഇത് ലബൈൽ ഇനർട്ട്. റിയാക്ഷൻ ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? ഈ റിയാക്ഷൻ തന്നെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ ചിലപ്പോൾ കുറേ കാലം എടുക്കുമെങ്കിൽ അത് സ്ലോ ആയി റിയാക്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ എന്ത് കോംപ്ലക്സ് ആണ്? ഇനർട്ട് കോംപ്ലക്സ്. ആൻഡ് ആ റിയാക്ഷൻ വളരെ ക്വിക്ക് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക്? അത് ഫാസ്റ്റ് ആയി റിയാക്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ ലബൈൽ കോംപ്ലക്സ്. ആൻഡ് റിമെമ്പർ ദാറ്റ് എ സ്റ്റേബിൾ കോംപ്ലക്സ് മേ ബി ലബൈൽ ഓർ ഇനർട്ട്, an unstable complex also may be labile. രണ്ട് വ്യത്യസ്ത ടേംസ് ആണ് മനസ്സിലാക്കുക. ഇത് ലബൈലിറ്റി ആൻഡ് ഇനർട്ട്നെസ്, they are kinetic terms connected with the rate of the reaction, and stability and instability are thermodynamic terms connected with the equilibrium constant of that reaction. ആ കാര്യം മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ കോംപ്ലക്സ് ചിലപ്പോൾ എന്താവാം? ലബൈൽ ആവാം, ചിലപ്പോൾ ഇനർട്ട് ആവാം. അതേപോലെ ഒരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് ചിലപ്പോൾ ലബൈൽ ആവാം, ചിലപ്പോൾ ഇനർട്ട് ആവാം. ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? രണ്ട് വ്യത്യസ്ത ടേംസ് ആണെന്നും രണ്ട് തമ്മിൽ ബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ല എന്നും മനസ്സിലാക്കാം. ഓക്കെ, ലബൈലിറ്റി, what are labile complex and what are, വളരെ സിമ്പിൾ ആണ്. those complexes which undergo substitution reactions, ligand substitution reactions at a fast rate are called a labile complex, and those complexes in which such reactions are very slow are called a
inert complex. Okay. ഇനി അതിലൊറ്റൊരു വാക്കും കൂടി ആ ചാപ്റ്ററിലെ വാക്കുകൾ that is a application of coordination compounds in qualitative and a quantitative analysis. Application of a applications of a coordination compounds in qualitative and a quantitative analysis. ഈ രണ്ട് വാക്ക് നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. നിങ്ങൾ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല, ലാബ് ചെയ്തിപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഗിവൺ കോമ്പൗണ്ട് ഈസ് ആരോമാറ്റിക് സാച്ചുറേറ്റഡ് പ്രൈമറി എന്ന് പറഞ്ഞത് ദാറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. അതിൽ എത്ര അമീനുണ്ട് നമ്മൾ പറയുന്നില്ല, അത് അമീനാണ് അല്ലെങ്കിൽ ഫിനോളാണ്, അത് സാച്ചുറേറ്റഡ് ആണ്, അൺസാച്ചുറേറ്റഡ്, അതിന്റെ ക്വാളിറ്റി മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. നിങ്ങൾ തൊട്ട് ഉപയോഗിച്ചത് ഗ്രാവോമെട്രിക് എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ബേരിയം ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. ദ മാസ് ഓഫ് ബേരിയം ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ ഈസ് 0.2342 grams എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതെന്താണ് ക്വാണ്ടിറ്റേറ്റീവ്. വോളിയോമെട്രിക് അനാലിസിസ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? വോളിയോമെട്രിക് അനാലിസിസ് സെക്കൻഡ് ഫോർത്ത് സെമിന്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞില്ലേ? അതും എന്താണ്? അതും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. മാസ് ഓഫ് അയൺ ഇൻ ദി ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ അല്ലെങ്കിൽ മാസ് ഓഫ് കാൽസ്യം ഇൻ ദി ഹോൾ ഓഫ് ദി, അതൊക്കെ അതെന്താണ്? അത് വോളിയോമെട്രിക്കും ഗ്രാവോമെട്രിക്കും ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന മിക്സർ അനാലിസിസും ഇപ്പോൾ ചെയ്യുന്ന ഓർഗാനിക് അനാലിസിസും ഒക്കെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. അങ്ങനത്തെ ചില കേസിലൊക്കെ ഇമേജ് അനാലിസിസിലൊക്കെ പല സ്ഥലത്തും നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഫോർമേഷൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. വിശദീകരിക്കാൻ സമയമില്ല, വളരെ ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നോക്കുക. ഒന്നോ രണ്ടോ എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ അത്രേ പറയുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒരെണ്ണാണ് in the detection of a Fe3+. Fe3+ ഒരു സൊല്യൂഷൻ ഡിറ്റക്ട് ചെയ്യാൻ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മതി തയോസയനേറ്റ് ഒഴിച്ചാൽ മതി. അമോണിയം തയോസയനേറ്റ് or potassium thiocyanate solution. If added to any ferric salt solution, it produces a complex. And it has a blood red color. ഈ കളർ നോക്കിയിട്ട്, അതായത് തയോസയനേറ്റ് ആഡ് ചെയ്യുമ്പോഴേ എന്ത് ബ്ലഡ് റെഡ് കളർ വന്നാൽ അതിൽ എന്തിന്റെ അർത്ഥം? നിങ്ങളുടെ സ്കീമിലുണ്ട്, ഇനി വരാൻ ചെയ്യാൻ വന്ന മിക്സർ അനാലിസിലുണ്ട്. അയണിന്റെ പ്രസൻസ് ആണ്, Fe3+ന്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. Fe3+ when mixed with ammonium thiocyanate solution or potassium thiocyanate solution produces a deep blood red color indicating the presence of a iron, Fe3. That is a qualitative test for iron. In qualitative in mixture analysis we usually perform this test. നമ്മുടെ സൊല്യൂഷനിൽ ഫെറിക് അയോൺ ഉണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് അമോണിയം തയോസയനേറ്റോ പൊട്ടാസ്യം തയോസയനേറ്റ് സൊല്യൂഷനോ സോഡിയം തയോസയനേറ്റ് എന്തെങ്കിലും സോലബിൾ സോഡിയം തയോസയനേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് എ ബ്ലഡ് റെഡ് കളർ. ഓക്കെ, അതൊരാണ്. പിന്നെ വേറെ എന്തുള്ളത്? എന്ത് അത് നിങ്ങളുടെ സ്കീമിലുണ്ട്. ഡിറ്റക്ഷൻ ഓഫ് എ കോപ്പർ, you add a excess of a ammonia solution and you can see it forms a complex. Then the color, yes, you get a deep blue solution. So if you suspect the presence of a cupric ions in a solution, you add to it a excess of ammonia solution. Ammonia solution excess. And you can see that the color in the color വളരെ ലൈറ്റ് copper sulfate ചെറിയ നീല കളർ ഉണ്ടാവും. എന്താണ്? changes into a very deep blue color, again indicating the presence of a cupric ions. അപ്പോൾ ഇത് രണ്ടും ഓർത്ത് വെക്കുക. കൂടുതൽ പറയുന്നില്ല, നമ്മുടെ സമയക്കുറവ് നിങ്ങളുടെ സമയക്കുറവും പരിഗണിച്ച് തൽക്കാലം രണ്ടിൽ കൂടുതൽ എക്സാമ്പിൾ ഉപയോഗിക്കില്ല. ഒന്നെന്താണ്? ഇൻ ദ detection of ferric ions in solution, if you add a ammonium thiocyanate you get a blood red color, and that is due to the formation of a complex FeSCN6 times 3-. In another example, if you want to detect the presence of cupric ions, you add a excess of ammonia solution and you get a deep blue color.
and that is actually due to the presence of this complex. These two examples can be cited as a applications of coordination complex in quantitative analysis. എന്നോട് ഇഷ്ടംപോലെ ഉണ്ട്, നമ്മൾ തൽക്കാലം രണ്ടെണ്ണം മാത്രം പറഞ്ഞു വെക്കാം. ഓക്കെ, ഇവിടെ ഒന്നുകൂടി വേണം പറയാം, നമുക്ക് വളരെ പരിചയമുള്ളതാണ്. ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് എ ക്ലോറൈഡ് ഡിറ്റക്ഷനിൽ നമ്മൾ എന്ത് ചേർക്കും? സിൽവർ നൈട്രേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, യു ഗെറ്റ് എ പ്രസിപ്പിറ്റേറ്റ് ഓഫ് എ സിൽവർ ക്ലോറൈഡ്. എന്താണ്? കേർഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അത് നമ്മൾ സാധാരണ പ്ലസ് ടുവിലൊക്കെ ചെയ്താണ്. ക്ലോറൈഡിന്റെ ഒരു കൺഫർമേറ്റീവ് ടെസ്റ്റ് ആണ്. ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആയില്ല, സിൽവർ ക്ലോറൈഡ് ഉണ്ടാവും. ഈ പ്രസിപ്പിറ്റേറ്റ് സോലുബിൾ ഇൻ അമോണിയ സൊല്യൂഷൻ ആണ്. അമോണിയ സൊല്യൂഷനിൽ അത് ലയിക്കും. അത് ലയിക്കാനുള്ള കാരണവും ഒരു കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. അത് AgNH3 ട്വൈസ് പ്ലസ് എന്നുള്ള കോംപ്ലക്സ് ആയി മാറാണ്. സോലിബിൾ ആണ്, ഇത് സോലിബിൾ ആണ്. ഇത് ആ പ്രസിപ്പിറ്റേറ്റിലേക്ക് നമ്മൾ അമോണിയ ഒഴിച്ചു കഴിഞ്ഞാൽ if you add a excess of a ammonia, you can see that it changes into as a soluble substance due to the formation of again a complex AgNH3 twice plus. അത് വേറെ എക്സാമ്പിൾ ആണ്. ഇതിൽ രണ്ടെണ്ണെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ, ഇൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഇത് നിങ്ങൾ ചെയ്താണ്. ഇത് പ്ലസ് ടു വീക്കിലൊക്കെ ചെയ്യുന്നുണ്ട്. മിശ്ര അനാലിസിസ് ചെയ്യുമ്പോൾ വീണ്ടും ക്ലോറൈഡ് വരുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒന്ന് ഇൻ ദ ഗ്രാവിമെട്രിക് determination of nickel, you add a dimethyl glyoxide. ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇതേ ജസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നിക്കൽ ഈസ് precipitate quantitatively as a precipitate of നിക്കൽ ഇത് DMG ചുരുക്കി ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേരത്തെ. ഡൈമീഥൈൽ glyoxide DMG dimethyl glyoxide. If you add a nickel, if dimethyl glyoxide is in the gravimetric determination of nickel, excess of dimethyl glyoxide is added to the nickel salt solution. The whole of nickel is quantitatively precipitated as a rose red precipitate. കളറൊന്നും പ്രശ്നമല്ല, ആ precipitate ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് നിക്കലിന്റെ വെയിറ്റ് കണക്കൂട്ടാൻ പറ്റും. നമ്മൾ വേറെ സൾഫേറ്റ് ആക്കി ചെയ്തതുപോലെ തന്നെ നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ് ആക്കിയിട്ട് മാറ്റാം. ഇത് സൊല്യൂഷനിലാണ്. അതിലേക്ക് റിയേജന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. ആ കോംപ്ലക്സ് വാട്ടറിൽ ഇൻസോൾബിൾ ആണ്. അതുകൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് ഫിൽട്ടർ ചെയ്ത് അതിന്റെ വെയിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിക്കലിന്റെ വെയിറ്റ് കണക്കൂട്ടാം. സോ ഇൻ ഗ്രാവിമെട്രിക് അനാലിസിസ് ഓഫ് നിക്കൽ, dimethyl glyoxide is added as a precipitating agent and the precipitate formed is a complex of a dimethyl glyoxide with nickel. Okay, for example. രണ്ടാമത്തേത് വളരെ സിമ്പിൾ ആണ്. ഇൻ ദി കളറിമെട്രിക്, അത് നിങ്ങൾക്ക് പരിചയമില്ല, തൽക്കാലം കൂടുതൽ പറയുന്നില്ല. ഇത് കളറിമെട്രിക്, കളർ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കളറിമെട്രിക് ഡിറ്റർമിനേഷൻ ഓഫ് എ അയൺ Fe3+. അത് നമ്മൾ നേരത്തെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് പറഞ്ഞ അതേ സാധനം. അതായത് അമോണിയം തയോസൈനേറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ബ്ലഡ് റെഡ് കളർ ഉണ്ടാവും. ആ കളറിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്തിട്ടാണ് നമ്മൾ അയണിന്റെ കോൺസെൻട്രേഷൻ കണക്കൂട്ടുന്നത്. മനസ്സിലായില്ലേ? അതാണ് കളറിമെട്രിക്. So in the colorimetric determination of a iron, ammonium thiocyanate or any soluble thiocyanate is added and the color, the deep blood red color formed is made use of in the colorimetric determination. This is a quantitative method. Colorimetry is another. The colorimetric determination of iron thiocyanate is used as the reagent. With two ortho, gravimetric determination of nickel, colorimetric determination of iron. This is a complex formation. Is made use of the complex formation reaction is made use of in the gravimetric determination of nickel as nickel dimethyl glyoxide.
and the calorimetric determination of iron as a thiocyanate. In the thiocyanate complex FeSCN 6 times 3 minus. അതിന് നേരത്തെ അതേ കളർ തന്നെ. ആ കളർ കണ്ടാൽ അയൺ എന്ന് പറയാം. ആ കളറിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അയണിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആകുന്നത്. അത് കളറിമെട്രി. മനസ്സിലായില്ലേ? നേരത്തെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. രണ്ടിനും ഒരെണ്ണം പഠിച്ചാൽ രണ്ടിനും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമുക്ക് അവസാനിച്ചു. ഏത് ചാപ്റ്റർ? കോഓർഡിനേഷൻ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കുറവ് പോലെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തായിരുന്നു? അപ്ലൈഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന പേപ്പറിലുള്ള അപ്ലൈഡ് ഓർഗാനിക് കെമിസ്ട്രി 2 എന്നുള്ള യൂണിറ്റ് നോട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത് നിങ്ങളിത് കാണുന്ന ദിവസമല്ല, ഈ ക്ലാസ് എടുക്കുന്ന ദിവസം വേറൊരു നോട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പോളിമേഴ്സ്. അതേ പേപ്പർ തന്നെയുള്ള വേറെ യൂണിറ്റ് ആണ്. അപ്ലൈഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ പോളിമേഴ്സ് എന്നുള്ള യൂണിറ്റിലുള്ള ഒരു നോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈഡ് ഇനോർഗാനിക് കെമിസ്ട്രി എന്നുള്ള വേറെ യൂണിറ്റ് നോട്ട് 2 ദിവസം കൊണ്ട് ഞാൻ ഇതേപോലെ തരുന്നതായിരിക്കും. ഓക്കെ, അതോടുകൂടി ഏകദേശം നമ്മുടെ യൂണിറ്റുകളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. അതിന് നോട്ട് ഞാൻ കഴിയുന്നതും വേഗം അപ്ലോഡ് ചെയ്ത് തരാം. ഞാൻ കൊടുക്കുന്ന നോട്ടുകൾ വളരെ ബ്രീഫാണ്. അത്യാവശ്യം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയ പോയിന്റ്സ് അതിലുണ്ടായിരിക്കും. ശ്രദ്ധിച്ച് പഠിക്കുക, നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.